ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സുധീൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. പാർലമെന്റിന്റെ ശീതകാല സമ്മേളനത്തിന്റെ ആദ്യ ദിവസം ഇരുസഭകളിലും പ്രതിപക്ഷ ബഹളം. ഇരുസഭകളും നാളത്തേക്ക് പിരിഞ്ഞു. നാവിക ദിനാഘോഷങ്ങൾക്കൊരുങ്ങി തിരുവനന്തപുരം. ശംഖുമുഖത്ത് മറ്റന്നാൾ നടക്കുന്ന ആഘോഷങ്ങളിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമു മുഖ്യാതിഥിയാകും. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ രണ്ടാം ഘട്ടത്തിൽ 50,83,00,000-ലധികം എന്യൂമറേഷൻ ഫോമുകൾ വിതരണം ചെയ്തതായി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. സംസ്ഥാനത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ട വോട്ടെടുപ്പിന് ഇനി 8 ദിവസം. 3 മുന്നണികളും സ്ഥാനാർത്ഥികളും പ്രചാരണ രംഗത്ത് സജീവം. സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ തടയുന്നതിന് കൂടുതൽ സേവനങ്ങൾ ഉറപ്പാക്കി വനിതാ വികസന കോർപ്പറേഷന്റെ മിത്ര ഹെൽപ്പ് ലൈൻ. ശബരിമലയിൽ മണ്ഡല മകരവിളക്ക് തീർത്ഥാടനത്തിന്റെ ആദ്യ 15 ദിവസം ദേവസ്വം ബോർഡിന്റെ വരുമാനം 92 കോടി രൂപ. അന്നദാനത്തിന് സദ്യ നൽകുന്നത് സംബന്ധിച്ച് വെള്ളിയാഴ്ച ചേരുന്ന യോഗത്തിനു ശേഷം തീരുമാനം. വാർത്തകൾ വിശദമായി. പാർലമെന്റിന്റെ ശീതകാല സമ്മേളനത്തിന്റെ ആദ്യ ദിവസം ഇരുസഭകളിലും പ്രതിപക്ഷ ബഹളം. ലോക്സഭയും രാജ്യസഭയും നാളത്തേക്ക് പിരിഞ്ഞു. മണിപ്പൂർ ചരക്ക് സേവന നികുതി രണ്ടാം ഭേദഗതി ബിൽ ലോക്സഭ ഇന്ന് പാസാക്കി. മണിപ്പൂരിന്റെ GST നിയന്ത്രണം കേന്ദ്രത്തിന്റെ പുതിയ GST സ്ലാബുകൾക്ക് അനുസൃതമാക്കുന്നതിനുള്ള ബിൽ കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമനാണ് അവതരിപ്പിച്ചത്. രാജ്യസഭയിൽ ജമ്മു കശ്മീരിലെ നാഷണൽ കോൺഫറൻസ് പാർട്ടിയിൽ നിന്നുള്ള 3 പുതിയ അംഗങ്ങളുടെ സത്യപ്രതിജ്ഞയോടെയാണ് നടപടികൾ ആരംഭിച്ചത്. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണ വിഷയത്തിൽ പ്രതിപക്ഷ അംഗങ്ങൾ വാക്കൌട്ട് നടത്തി. സർക്കാർ ഈ വിഷയത്തിൽ ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് കേന്ദ്രമന്ത്രി കിരൺ റിജിജു അറിയിച്ചു. തുടർന്ന് നടപടികൾ പൂർത്തിയാക്കി സഭ നാളത്തേക്ക് പിരിയുകയായിരുന്നു. നാവിക ദിനാഘോഷങ്ങൾക്കൊരുങ്ങി തലസ്ഥാന നഗരം. തിരുവനന്തപുരം ശംഖുമുഖത്ത് മറ്റന്നാൾ നടക്കുന്ന ആഘോഷങ്ങളിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമു മുഖ്യാതിഥിയാകും. അഭ്യാസ പ്രകടനങ്ങളുടെ ഫുൾ ഡ്രസ് റിഹേഴ്സൽ ഇന്ന് ശംഖുമുഖത്ത് നടന്നു. ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിക്കോട് തയ്യാറാക്കിയ റിപ്പോർട്ട്. ഇന്ത്യൻ നാവികസേന അതിന്റെ പോരാട്ട വീര്യവും കഴിവും പുറത്തെടുത്ത അഭ്യാസ പ്രകടനങ്ങളായിരുന്നു സേനാംഗങ്ങൾ ഫുൾ ഡ്രസ് റിഹേഴ്സലിലൂടെ ഇന്നും കാഴ്ചവച്ചത്. ഈ വർഷത്തെ നാവികസേനാ ദിനാഘോഷങ്ങൾ ബുധനാഴ്ച ഉച്ചയ്ക്ക് ശേഷം ശംഖുമുഖം ബീച്ചിലാണ് നടക്കുന്നത്. രാഷ്ട്രപതി ദ്രൗപദി മുർമു പരിപാടിയിൽ മുഖ്യാതിഥിയായി പങ്കെടുക്കും. നാവികസേനാ മേധാവി അഡ്മിറൽ ദിനേശ് കെ ത്രിപാഠിയുടെ നേതൃത്വത്തിലാണ് പരിപാടി നടക്കുന്നത്. പരിപാടിയോടനുബന്ധിച്ച് KSRTC പ്രത്യേക സർവീസും നടത്തും. മറ്റന്നാൾ ഉച്ചയ്ക്ക് 12 മണി മുതൽ തിരുവനന്തപുരം നഗരത്തിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. നാവികസേനാ ദിനാഘോഷങ്ങളോടനുബന്ധിച്ച് വിമാനത്താവള പരിസരത്ത് ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നതിനാൽ യാത്രക്കാർ നേരത്തെ എത്തിച്ചേരണമെന്ന് വിമാനത്താവള അധികൃതർ അറിയിച്ചു. സംസ്ഥാനത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ട വോട്ടെടുപ്പിന് ഇനി 8 ദിവസം. 3 മുന്നണികളും സ്വതന്ത്ര സ്ഥാനാർത്ഥികളും ഓരോ വോട്ടും ഉറപ്പിക്കാനുള്ള തീവ്ര ശ്രമത്തിലാണ്. റോഡ് ഷോകൾ, വാഹന റാലികൾ, കുടുംബ സംഗമങ്ങളുമായി പ്രചാരണ രംഗം ചൂടുപിടിക്കുകയാണ്. പരമ്പരാഗത രീതിക്ക് പുറമെ സമൂഹമാധ്യമങ്ങളും ഉപയോഗപ്പെടുത്തിയാണ് പ്രചാരണം. മാതൃകാ പെരുമാറ്റച്ചട്ട ലംഘനങ്ങൾ നിരീക്ഷിക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനും ശക്തമായി രംഗത്തുണ്ട്. രണ്ടാം ഘട്ട വോട്ടെടുപ്പ് ഈ മാസം 11 നടക്കും. സംസ്ഥാനത്താകെ 244 കേന്ദ്രങ്ങളിലായി 13 വോട്ടെണ്ണൽ. തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സമ്മതിദായകർ അറിഞ്ഞിരിക്കേണ്ട പ്രധാന വിവരങ്ങൾ കൂടി ആകാശവാണി വാർത്തകളിൽ ഉൾപ്പെടുത്തുകയാണ്. ഇന്ന് സംസ്ഥാനത്തെ കോർപ്പറേഷനുകളെക്കുറിച്ച് മനസ്സിലാക്കാം. സംസ്ഥാനത്ത് തിരുവനന്തപുരം, കൊല്ലം, എറണാകുളം, തൃശൂർ, കോഴിക്കോട്, കണ്ണൂർ എന്നീ 6 കോർപ്പറേഷനുകളാണുള്ളത്. ഏറ്റവും കൂടുതൽ മുനിസിപ്പാലിറ്റികളുള്ളത് എറണാകുളം ജില്ലയിലാണ്, 13 മുനിസിപ്പാലിറ്റികൾ. ഏറ്റവും കുറവ് ഇടുക്കി ജില്ലയിൽ 2 മുനിസിപ്പാലിറ്റികൾ. തലസ്ഥാന ജില്ലയായ തിരുവനന്തപുരത്ത് 4 മുനിസിപ്പാലിറ്റികളാണുള്ളത്. സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ തദ്ദേശ സ്ഥാപനങ്ങളുള്ളത് മലപ്പുറം ജില്ലയിലും ഏറ്റവും കുറവ് വയനാട്ടിലുമാണ്. മലപ്പുറത്ത് 122 തദ്ദേശ സ്ഥാപനങ്ങളിലായി 2789 വാർഡുകളും വയനാട് ജില്ലയിൽ 31 തദ്ദേശ സ്ഥാപനങ്ങളിലായി 629 വാർഡുകളുമാണുള്ളത്. ന്യൂസ് ഡെസ്ക് ആകാശവാണി. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ രണ്ടാം ഘട്ടത്തിൽ ഇതുവരെ 50,83,00,000-ലധികം എന്യൂമറേഷൻ ഫോമുകൾ വിതരണം ചെയ്തതായി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ഈ ഘട്ടത്തിൽ ഉൾപ്പെട്ട 51 കോടി വോട്ടർമാരുടെ 99.72% കമ്മീഷൻ അറിയിച്ചു. അതേസമയം എന്യൂമറേഷൻ ഫോമുകൾ പൂരിപ്പിച്ച് തിരികെ നൽകാനുള്ള സമയപരിധി ഈ മാസം 11 അവസാനിക്കും. ഡിസംബർ 16 കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കും. സംസ്ഥാനത്ത് തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ ഭാഗമായി ഡിജിറ്റലൈസ് ചെയ്ത എന്യൂമറേഷൻ ഫോമുകളുടെ എണ്ണം 2,29,81,217 ആയതായി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു ഖേൽക്കർ. ഇത് വിതരണം ചെയ്ത മൊത്തം ഫോമുകളുടെ 82.52%. ഫോമുകൾ പൂരിപ്പിച്ച് നൽകാത്തവർ എത്രയും വേഗം BLO മാർക്ക് കൈമാറണമെന്നും അദ്ദേഹം പറഞ്ഞു.
ഇടുക്കി ജില്ലയിൽ SIR-മായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളുടെ പുരോഗതി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഉദ്യോഗസ്ഥർ വിലയിരുത്തി. തെരഞ്ഞെടുപ്പ് മുന്നൊരുക്കങ്ങളിൽ സംഘം സംതൃപ്തി രേഖപ്പെടുത്തിയതായി ജില്ലാ കളക്ടർ അറിയിച്ചു. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ പ്രചാരണാർത്ഥം സംഘടിപ്പിക്കുന്ന മെഗാ കൈറ്റ് ഫെസ്റ്റിവൽ കോഴിക്കോട് ബീച്ചിൽ നടന്നു. രാജ്യത്ത് തന്നെ ഏറ്റവും കൂടുതൽ യുവജനങ്ങൾ പങ്കെടുത്ത SIR പ്രചാരണ പരിപാടിയിൽ 1000 ELC NSS വളണ്ടിയർമാർ പങ്കാളികളായി. ഗവർണറുടെ ഔദ്യോഗിക വസതിയായ രാജ്ഭവൻ ഇനി മുതൽ ലോക് ഭവൻ എന്ന പേരിൽ അറിയപ്പെടും. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ നിർദ്ദേശപ്രകാരമാണ് ഈ മാറ്റം. കൊളോണിയൽ മനോഭാവത്തിൽ നിന്ന് ജനാധിപത്യ മനോഭാവത്തിലേക്കുള്ള മാറ്റമാണിതെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ പറഞ്ഞു. സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ തടയുന്നതിന്റെ ഭാഗമായി കൂടുതൽ സേവനങ്ങൾ ഉറപ്പാക്കി വനിതാ വികസന കോർപ്പറേഷന്റെ മിത്ര 181 ഹെൽപ്പ് ലൈൻ വനിതകൾക്ക് എല്ലാ മേഖലകളിലെയും വിവരാന്വേഷണവും അത്യാവശ്യ സേവനങ്ങളും ഈ ടോൾ ഫ്രീ നമ്പറിലൂടെ 24 മണിക്കൂറും ലഭ്യമാക്കിയിരിക്കുകയാണ്. അത്യാവശ്യ ഘട്ടങ്ങളിൽ സ്ത്രീകൾ ഈ സേവനം പ്രയോജനപ്പെടുത്തണമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _ ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR ന്യൂസ് _ TVM X ഹാൻഡിലും ലഭ്യമാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-ക്കെതിരെ ലൈംഗിക പീഡന പരാതി നൽകിയ യുവതിയെ അപമാനിച്ചെന്ന കേസിൽ രാഹുൽ ഈശ്വറിനെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. തിരുവനന്തപുരം അഡീഷണൽ CJM കോടതിയുടേതാണ് ഉത്തരവ്. രാഹുൽ ഈശ്വറിനെ അല്പസമയത്തിനകം പൂജപ്പുര ജില്ലാ ജയിലിലേക്ക് മാറ്റും. വഖഫ് സ്വത്തുക്കൾ രജിസ്റ്റർ ചെയ്യുന്നതിനുള്ള സമയപരിധി നീട്ടണമെന്നാവശ്യപ്പെട്ട് സമർപ്പിച്ച ഹർജികൾ പരിഗണിക്കാൻ സുപ്രീം കോടതി വിസമ്മതിച്ചു. വഖഫ് ട്രൈബ്യൂണലിന് മുൻപാകെ പരിഹാരം ലഭ്യമായതിനാൽ ഹർജിക്കാർക്ക് ഇക്കാര്യത്തിൽ ട്രൈബ്യൂണലിനെ സമീപിക്കാവുന്നതാണെന്നും കോടതി വ്യക്തമാക്കി. ഉമീദ് പോർട്ടലിൽ വഖഫ് സ്വത്തുക്കൾ രജിസ്റ്റർ ചെയ്യാനുള്ള കാലാവധി ഈ മാസം 6-ന് അവസാനിക്കാനിരിക്കെയാണ് പരമോന്നത കോടതിയുടെ നിർദ്ദേശം. ലോക എയ്ഡ്സ് ദിനത്തോടനുബന്ധിച്ച് സംസ്ഥാന എയ്ഡ്സ് നിയന്ത്രണ സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ എറണാകുളം ചാവറ കൾച്ചറൽ സെന്ററിൽ വ്യത്യസ്ത പരിപാടികൾ സംഘടിപ്പിച്ചു. ദിനാചരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം ആരോഗ്യവകുപ്പ് ഡയറക്ടർ ഡോക്ടർ KJ റീന നിർവഹിച്ചു. അന്തരിച്ച കൊയിലാണ്ടി MLA കാനത്തിൽ ജമീലയുടെ സംസ്കാരം നാളെ CPM ജില്ലാ കമ്മിറ്റി ഓഫീസിലും കൊയിലാണ്ടി ടൗൺ ഹാളിലും മൃതദേഹം പൊതുദർശനത്തിന് വയ്ക്കും. ഖബറടക്കം വൈകിട്ട് കുനിയൽക്കടവ് ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ നടക്കും. ശബരിമലയിൽ മണ്ഡല മകരവിളക്ക് തീർത്ഥാടനത്തിന്റെ ആദ്യ 15 ദിവസം ദേവസ്വം ബോർഡിന് ലഭിച്ച വരുമാനം 92 കോടി രൂപ. ഏറ്റവും കൂടുതൽ വരുമാനം ലഭിച്ചത് അരവണ വിൽപ്പനയിലൂടെയാണ്. 13 ലക്ഷത്തിലധികം തീർത്ഥാടകരാണ് ഇതുവരെ ദർശനം നടത്തിയത്. വിശദാംശങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജി S. ശ്രീധർ. തീർത്ഥാടന കാലത്തിനായി നട തുറന്നത് മുതൽ ഇന്നലെ വരെയുള്ള കണക്കനുസരിച്ച് ആകെ ലഭിച്ച വരുമാനം 92 കോടി രൂപയാണ്. കഴിഞ്ഞ സീസണിൽ ഇതേ സമയത്തെ അപേക്ഷിച്ച് 33.33% കൂടുതൽ വരുമാനം ഉണ്ടായിട്ടുണ്ട്. 47 കോടി രൂപയാണ് അരവണയിൽ നിന്നുള്ള വരുമാനം. അപ്പം വിൽപ്പനയിൽ നിന്ന് ഇതുവരെ 3.5 കോടി രൂപയാണ് ലഭിച്ചത്. കാണിക്കയിൽ നിന്നുള്ള വരുമാനം കഴിഞ്ഞ വർഷത്തേക്കാൾ 18% വർദ്ധിച്ചിട്ടുണ്ട്. ശബരിമലയിൽ അന്നദാനത്തിന് സദ്യ നൽകുന്നത് സംബന്ധിച്ച് ഈ മാസം 5-ന് ചേരുന്ന യോഗത്തിന് ശേഷം തീരുമാനിക്കുമെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് K. ജയകുമാർ. നാളെ മുതൽ സദ്യ നൽകി തുടങ്ങാനായിരുന്നു തീരുമാനം. വയനാട്ടിൽ കടുവ സെൻസസിന് തുടക്കമായി. വൈൽഡ് ലൈഫ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യയും നാഷണൽ ടൈഗർ കൺസർവേഷൻ അതോറിറ്റിയും ചേർന്നാണ് നോർത്ത് വയനാട് ഡിവിഷനെ 23 ബ്ലോക്കുകളായി തിരിച്ച് സെൻസസ് നടത്തുന്നത്. വിശദാംശങ്ങളുമായി ആകാശവാണി വയനാട് ജില്ലാ പ്രതിനിധി അരുൺ വിൻസെന്റ്. രാജ്യവ്യാപകമായി നടത്തുന്ന 6ാമത്തെ കടുവ സെൻസറാണ് ഇന്ന് തുടക്കമായിരിക്കുന്നത്. ഇന്നു മുതൽ 2026 ഏപ്രിൽ വരെ 3 ഘട്ടങ്ങളായാണ് കണക്കെടുപ്പ് നടത്തുക. പ്രത്യേക ആപ്പ് ഉപയോഗിച്ച് കടലാസ് രഹിതമായാണ് കണക്കെടുപ്പ്. മേഖലകൾ GPS സഹായത്തോടെ അടയാളപ്പെടുത്താനുള്ള സൗകര്യവുമുണ്ട്. ഓരോ ഗ്രിഡിലും ക്യാമറ ട്രാപ്പുകൾ സ്ഥാപിക്കുന്നതാണ് അടുത്ത ഘട്ടം. ക്യാമറയിലെ ചിത്രങ്ങളിൽ നിന്നും ഉടലിലെ വരകളുടെ ഘടന, നീളം, വീതി, പ്രത്യേകമായ ആകൃതികൾ ഇവയെല്ലാം വിലയിരുത്തിയായിരിക്കും കടുവകളെ തിരിച്ചറിയുന്നത്. ഇതുകൂടാതെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ വനത്തിൽ നിന്നും കടുവകളുടെ കാൽപ്പാടുകളും പരിശോധിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. പാർലമെന്റിന്റെ ശീതകാല സമ്മേളനത്തിന്റെ ആദ്യ ദിവസം ഇരുസഭകളിലും പ്രതിപക്ഷ ബഹളം. ഇരുസഭകളും നാളത്തേക്ക് പിരിഞ്ഞു. നാവിക ദിനാഘോഷങ്ങൾക്കൊരുങ്ങി തിരുവനന്തപുരം. ശംഖുമുഖത്ത് മറ്റന്നാൾ നടക്കുന്ന ആഘോഷങ്ങളിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമു മുഖ്യാതിഥിയാകും. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ 2ാം ഘട്ടത്തിൽ 50,83,00,000-ലധികം എന്യൂമറേഷൻ ഫോമുകൾ വിതരണം ചെയ്തതായി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. സംസ്ഥാനത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ട വോട്ടെടുപ്പിന് ഇനി 8 ദിവസം. 3 മുന്നണികളും സ്ഥാനാർത്ഥികളും പ്രചാരണ രംഗത്ത് സജീവം. സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ തടയുന്നതിന് കൂടുതൽ സേവനങ്ങൾ ഉറപ്പാക്കി വനിതാ വികസന കോർപ്പറേഷന്റെ മിത്ര ഹെൽപ്പ് ലൈൻ.
ശബരിമലയിൽ മണ്ഡല മകരവിളക്ക് തീർത്ഥാടനത്തിന്റെ ആദ്യ 15 ദിവസം ദേവസ്വം ബോർഡിന്റെ വരുമാനം 92 കോടി രൂപ. അന്നദാനത്തിന് സദ്യ നൽകുന്നത് സംബന്ധിച്ച് വെള്ളിയാഴ്ച ചേരുന്ന യോഗത്തിന് ശേഷം തീരുമാനം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.